भाई इसी स्कूटी के साथ ഈ കാര്യങ്ങളൊന്നും അറിയാതെ ഒരു കാരണവശാലും നിങ്ങൾ ബാലിയിലേക്ക് പോകരുത്. ഒന്നാമതായിട്ട് നുസ പെനിഡ പോലെയുള്ള വളരെയധികം ക്രൗഡഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് പോകുന്നതിന് പകരമായിട്ട് ലെസ് ക്രൗഡഡ് ആയിട്ടുള്ള ഈ സ്ഥലങ്ങളിലേക്ക് നിങ്ങൾക്ക് യാത്ര ചെയ്യാം. രണ്ടാമത്തെ കാര്യം ഫുഡ് എക്സ്പെൻസ് ആണ്. ബാലിയിൽ ഫുഡ് നല്ല എക്സ്പെൻസീവ് ആണ്. എന്നാൽ അവിടെയുള്ള ചെറിയ ചെറിയ വറും ഷോപ്പുകളിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ വളരെയധികം അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ ഒതന്റിക് ആയിട്ടുള്ള ബാലി ഫുഡുകൾ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. മൂന്നാമത്തെ കാര്യം അവിടെയുള്ള വാട്ടർഫാളുകളിലും മറ്റ് അട്രാക്ഷനിലും ഒക്കെ നിങ്ങൾക്ക് പോകണമെങ്കിൽ തീർച്ചയായിട്ടും ടിക്കറ്റ് എടുക്കേണ്ടതായിട്ടുണ്ട്. 30 രൂപ മുതൽ 300 രൂപ വരെയൊക്കെ ഈ ഒരു ടിക്കറ്റിന് റേറ്റ് വരും. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെ എടുക്കാനായിട്ടുള്ള ക്യാഷ് നിങ്ങൾ കയ്യിൽ നിർബന്ധമായിട്ടും കരുതുക. നാലാമതായിട്ട് ബാലിയിലെ ട്രാഫിക് ബ്ലോക്കുകളെ മറികടന്ന് സുഗമമായിട്ടുള്ള യാത്രകൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അവിടെ സ്കൂട്ടറുകൾ മാത്രം റെന്റിന് എടുക്കാൻ ശ്രദ്ധിക്കുക. ലാസ്റ്റ് ആൻഡ് ഫൈനൽ അഞ്ചാമത്തെ കാര്യം ഏപ്രിൽ മുതൽ സെപ്റ്റംബർ വരെയുള്ള മാസങ്ങളിൽ എല്ലാത്തിനും അവിടെ നല്ല പ്രൈസ് ആയിരിക്കും. എന്നാൽ അതിന് പകരം ഒക്ടോബർ മുതൽ മാർച്ച് വരെയുള്ള മാസങ്ങളിൽ വളരെയേറെ ചീപ്പറായിട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് ലഭ്യമാകും. അതുകൊണ്ടൊക്കെ തന്നെയും നിങ്ങളൊരു യാത്ര ബാലിയിലേക്ക് പ്ലാൻ ചെയ്യുമ്പോൾ ഈ കാര്യങ്ങൾ കൂടെ മനസ്സിൽ വെച്ച് അവിടുത്തെ ക്ലൈമറ്റ് കണ്ടീഷൻ കൂടെ നോക്കിയിട്ട് നിങ്ങളുടെ യാത്രകൾ പ്ലാൻ ചെയ്യുക. കൂടുതൽ വിശദാംശങ്ങൾക്കും ബുക്കിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ഈ പേജ് ഒന്ന് ഫോളോ ചെയ്തിട്ട് ട്രിപ്പ് എന്ന് കമൻറ്റ് ചെയ്താൽ മതി. നിങ്ങളുടെ ഇൻബോക്സിലൊക്കെ അയച്ചു തരുന്നതായിരിക്കും.